ബിജു, ഒരു ഗുഡ് ന്യൂസ്. എന്റെ അച്ഛൻ എനിക്ക് മോട്ടോർ ബൈക്ക് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളേജിലാകുമ്പോ അച്ഛൻ എനിക്ക് കാറ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം കേട്ടോ. എന്തിന്? എനിക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. എന്ന് നോട്ടിക്ക്. എന്താ കണ്ടവാ? അയ്യോ രതീഷ്, അയ്യോ ബിജു, നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. നീ ഓടിക്കോ. നീയാണ് വണ്ടി ഓടിച്ചെന്ന് ഞാൻ ആരോടും പറയില്ല. പൊയ്ക്കോ. വണ്ടി എടുത്തു. ബിജു എടാ, എന്തു പറ്റി? ഈ വണ്ടി എങ്ങനെ ഇവിടെ വന്നു? ഈ വണ്ടി ഓടിച്ച നീയാണോ? ഞാനല്ല. പിന്നാരാ? ചോദിച്ചേട്ടില്ലേ, ആരാന്ന് പറയാൻ? എനിക്കറിഞ്ഞൂടാ. ആരാ ഓടിപ്പോകുന്നത്? എനിക്കറിഞ്ഞൂടാ. ആരാന്നേ ചോദിച്ചേ? എനിക്കറിയില്ലെന്ന്. നീ സത്യം പറയത്തില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ നോക്കട്ടെ. കോൺസ്റ്റബിൾ ഇവിടെ നിൽക്കും, ഞാൻ പോലീസ് സ്റ്റേഷൻ ഫോൺ ചെയ്യാം. വടാ, കേറാൻ. വണ്ടി വിടും. ആരാ വണ്ടി ഓടിച്ചത്? സത്യം പറയാനാ പറഞ്ഞേ. ബിജു, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ആ ജീപ്പ് ഓടിച്ച ആരാണെന്ന് എത്ര ചോദിച്ചിട്ട് ഇവൻ പറയുന്നില്ല. ആരാ മോനെ ജീപ്പ് ഓടിച്ചത്? എനിക്കറിയില്ല. ബിജു മോനെ, സത്യം പറയുന്നോണ്ട് നിനക്കെന്താ? പറയും. അവനവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുക. മോനെ, ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാണ്. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത് പോലീസുകാരുടെ കടമയുമാണ്. നിനക്ക് അങ്ങോട്ട് പറഞ്ഞാൽ എന്താ? നീ അല്ലല്ലോ കുറ്റം ചെയ്തത്. ബിജു, ഇവിടെ വെച്ച് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടി വരും. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകും? നീ സത്യം പറഞ്ഞില്ല പിന്നെ എന്ത് ചെയ്യും? കുറ്റം ചെയ്യുന്നവരെ മറച്ചു പിടിക്കുന്ന തെറ്റാണ്. ഇല്ല, എനിക്കറിയില്ല. ഞാൻ പറയില്ല. കണ്ടോ അവന്റെ അഹങ്കാരം? അമ്മാവനെങ്കിൽ ലാലി ചോദിച്ചാൽ അവൻ സത്യം പറയത്തില്ല. ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഞാൻ എന്തോ ചെയ്യും? എന്ത് പറഞ്ഞാ ഇയാളോ? മോഹൻ നിന്റെ ആരാടാ? ഞാനിപ്പോ പോകുന്നു. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലീസുകാരായിരിക്കും. മോനെ, ആപത്ത് വലിച്ചു വെക്കാതെ ഉള്ളത് തുറന്നു പറ മോനെ. അമ്മയോട് പറ. ഇല്ല, അച്ഛൻ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ചെയ്യട്ടെ. അച്ഛനെ നിനക്കറിയില്ല. ഈ വക കാര്യങ്ങളിൽ മോനാണെന്നൊന്നും നോക്കുകയില്ല. ഇല്ല, അച്ഛൻ എന്നോട് സ്നേഹമില്ല, അതുകൊണ്ടാ. ഒറ്റ മകനായ നിന്നെ ഇപ്പോഴും കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്ന നിന്റെ അച്ഛനെ പറ്റിയാണോടാ ഇങ്ങനെ പറയുന്നത്? അതെല്ലാം വെറുതെയാണ്. എന്നെ പോലീസിൽ പിടിപ്പിക്കും പോലും. അതിന് ഞാനിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? എന്നെ കാണാൻ കിട്ടില്ല. നീ അവിടെ പോകുന്നതാ? നിൽക്ക്. എന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. എന്നെ അടിച്ചു. അയ്യോ ബിജു, അപ്പൊ എന്നെ പോലീസ് പിടിച്ചാൽ തൂക്കിക്കൊല്ലു അല്ലടാ? എനിക്ക് പേടിയാവുന്നടാ. നീ പറയല്ലടാ. ഇല്ല, ഞാൻ പറയില്ല. എന്നെ അടിച്ചു പറയിപ്പിക്കാൻ അച്ഛൻ കരുതി. എന്നെ കൊന്നാണ് ഞാൻ പറയില്ല. നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോമടാ. ശരിയാ, അച്ഛൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്താ പ്രഭേ? എന്ത്? ബിജു പോയെന്നോ? എവിടെ പോയി? മോൻ അപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവനെ ഒരു കൂട്ടുകാരനെയും പുഴക്കടവത്ത് വെച്ച് കണ്ടതായിട്ട് ഒരാൾ വന്ന് പറഞ്ഞു. എനിക്ക് ഭയം തോന്നുന്നു. ഉടനെ ഒന്ന് അന്വേഷിക്കൂ. ഓ, അങ്ങനെയാണോ? ഞാൻ അന്വേഷിക്കാം.
വേഗം വാ, നമുക്ക് അതിലേക്ക് കയറി പോവാം. വേഗം വേണം, വേഗം വേഗം. അയ്യോ ജതീഷ്, അച്ഛനാണ്. വേഗം 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 വേഗം. അച്ഛനൊന്നും ചെയ്യില്ല മോനെ. ഇല്ല, ഞാൻ വരില്ല. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനല്ലേ? ബിജു മോനെ, മോനെ അച്ഛൻ പറയുന്ന കേൾക്കൂ. മോനെ പോകരുത്, മോനെ പോകല്ലേ. അച്ഛൻ പറയുന്ന കേൾക്കൂ. ജതീഷ്, വലിയ ഒഴുക്കിലേക്ക് പോകുന്നു. എനിക്കെടുത്തില്ല. ബിജു മോനെ, ഓടിച്ചു പോ. അച്ഛൻ പറയുന്ന കേൾക്കും മോനെ. മോനെ അങ്ങോട്ട് പോകണ്ടേ, അപകടമാണ്. എങ്ങനെയും ബിജുമോൻ, ബിജുമോൻ, മോനെ 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 മോനെ. ഇത്രയൊന്നും മോനോട് പറയണ്ടായിരുന്നു. ഞാൻ എന്തു പറഞ്ഞു എന്നാണ്? വണ്ടി മുട്ടിച്ചാരാണെന്ന് ഞാൻ ചോദിച്ചതില്ലേ ഉള്ളൂ. അതിനവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ? എന്റെ കുഞ്ഞേതാണ്ട് മഹാകുറ്റം ചെയ്തതുപോലെയാ നിങ്ങൾ അവനെ പോലീസിൽ പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞത്. അവൻ കൊച്ചു കുഞ്ഞല്ലേ, പേടിക്കാതിരിക്കുമോ? നിങ്ങൾ അവനെ അടിക്കുകയും കൂടി ചെയ്തപ്പോ അവന് സത്യം പറയാമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അവനെ അടിച്ചത്. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. മുമ്പൊരിക്കലും നിങ്ങൾ അവനെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലും ഇല്ല, ഒന്ന് ശാസിച്ചിട്ടും കൂടിയില്ല. തെറ്റെന്റേതാണ്. ഞാൻ അവനെ ദേഷ്യപ്പെട്ടുകൂടാത്തതായിരുന്നു. എന്നാലും അവൻ എന്നെ വിട്ടിട്ട് പോയി. ഞാൻ അവന്റെ പിറകെ ചെന്ന് യാചിച്ചു. അവൻ എന്നോട് ക്ഷമിക്കാമായിരുന്നു.
മോടെ കൂടെ വഴക്കിടാൻ ഇപ്പൊ ബിജു മോളിലല്ല മോളെ.